ബമ്പർ ഫിറ്റിംഗിന് MBDയുടെ 5000 രൂപയുടെ പിഴ. രാജ്യഭരണം അവസാനിച്ചു. കേരളം ജനാധിപത്യത്തിലേക്കെന്നും UDF അധികാരത്തിലെത്തിയതിൽ നിർണായക പങ്ക് വഹിച്ച ടാക്സി ഡ്രൈവേഴ്സിന് അഭിവാദ്യങ്ങൾ എന്നും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആഘോഷിച്ച കോൺഗ്രസ് സൈബർ അണികൾക്ക് ഇപ്പോൾ സ്വന്തം ഭരണത്തിൽ നിന്ന് തന്നെ 8ന്റെ പണി കിട്ടുമെന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് വഴിവെക്കുന്നത്. വാഹന ഭേദഗതികളിൽ ഇളവുകളൊക്കെ നൽകാമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെയും പുതിയ സർക്കാരിന്റെയും വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ടാക്സിക്കാരന് പിന്നിൽ അധിക ബമ്പർ ഫിറ്റ് ചെയ്ത ഷമീർ ഖാലിദാണ് ഒടുവിൽ 5000 രൂപ പിഴയൊടുക്കി ക്യാമറയ്ക്ക് മുന്നിൽ കഥനകഥയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് കിട്ടിയ കനത്ത പിഴയുടെ ചെല്ലാൻ തുക കാണിച്ച് ഒടുവിൽ ഗതികെട്ട് കാറിന്റെ ആഡംബര ബമ്പർ ഇളക്കി മാറ്റി എറിയുന്ന ഷമീറിന്റെ വീഡിയോ ഇതിനകം തന്നെ ട്രോളർമാർ ഏറ്റെടുത്തു കഴിഞ്ഞു. വണ്ടികളിൽ ചെറിയ രീതിയിലുള്ള ആൾട്രേഷൻ ആകാമെന്ന തരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നൽകിയ രാഷ്ട്രീയ ഉറപ്പുകൾ വിശ്വസിച്ചാണ് സാധാരണക്കാരായ പല ടാക്സി ഡ്രൈവർമാരും വണ്ടികളിൽ എക്സ്ട്രാ ഫിറ്റിംഗുകൾ നടത്തിയത്. എന്നാൽ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങിയ MBD ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഷമീറിന്റെ അനുഭവം. 5000 രൂപയുടെ ഭീമമായ പിഴ ലഭിച്ചതിന് പിന്നാലെ കാക്കനാട്ടെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ കയറിയിറങ്ങി ഉദ്യോഗസ്ഥരെ കാലുപിടിച്ചിട്ടും ഉദ്യോഗസ്ഥർ പൂക്കിച്ചിരി പാസാക്കി വിട്ടതല്ലാതെ യാതൊരു ഇളവും നൽകാൻ തയ്യാറായില്ല. ഓൺലൈൻ വഴി വന്ന ചെല്ലാനായതിനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാടെന്ന് വീഡിയോയിൽ ഷമീർ പറയുന്നു. സ്വന്തം സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയ കോൺഗ്രസ് അണിയുടെ വീഡിയോയിൽ ഒടുവിൽ മുൻ ഇടത് ഭരണത്തെ പുകഴ്ത്തുന്ന വരികളും. മുമ്പുണ്ടായിരുന്ന ഇടത് സർക്കാരിന്റെ കാലത്ത് മോഡിഫിക്കേഷൻ വാഗ്ദാനങ്ങളൊന്നും അധികൃതർ നൽകിയിരുന്നില്ല. എങ്കിൽ പോലും ഇതൊന്നും വലിയ കാര്യമായി എടുത്തിരുന്നില്ല. ഒളിച്ചിരുന്ന് പിന്നാലെ കൂടി ഇത്ര കനത്ത പിഴകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ലേ എന്നാണ് ഷമീർ ഖാലിദ് സങ്കടത്തോടെ വീഡിയോയിൽ പറയുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാനുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പിഴിഞ്ഞ് തങ്ങളിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നതെന്നും ഇനി ആരും ഇത്തരം കെണികളിൽ വീഴരുതെന്നും ഇയാൾ മുന്നറിയിപ്പ് നൽകുന്നു. വോട്ട് ചെയ്താൽ അനുഭവിക്കണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ അണികൾ ഷമീറിനെ ട്രോളുന്നുണ്ടെങ്കിലും താൻ വോട്ട് ചെയ്ത പാർട്ടി ഇതാണെന്ന് ഉറക്കെ പറയാൻ മടിയില്ലെന്നും എന്നാൽ ഈ വന്യമായ ഫൈൻ ഭീകരത അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ഇയാളുടെ നിലപാട്.